അത്യന്തം വേദനാജനകമായ ഉള്ളുപൊള്ളുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും മാത്രമാണ് കഴിഞ്ഞ പിന്നിട്ട ദിവസങ്ങളിൽ പിന്നിട്ട മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. പക്ഷേ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. കാരണം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിൻ്റെ മികവ് കൊണ്ട് ഒരുപാട് മുൻപോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. കാലത്ത് തന്നെ ഒരുപക്ഷെ നേരം പുലരുമ്പോൾ തന്നെ സൈനികർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ എത്തുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ, ADGP MR അജിത് കുമാറാണ് സ്പെഷ്യൽ ഓഫീസറായി ഏകോപന ചുമതല. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് കമാൻഡറായി നോർത്ത് സോൺ IG വടക്കൻ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായ IG സേതുരാമനാണ് ഉള്ളത്. അതുപോലെ DIG തോംസൺ, SP മാർ മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാം തന്നെ SP മാർ വിവിധ റാങ്കുകളിൽപ്പെട്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ്റെ ചുമതലയുള്ള ഇൻസിഡൻറ്റ് കമാൻഡർ, സാധാരണ SKN ഏതെങ്കിലും വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിനൊരു SOP ഉണ്ടാകും. ആ SOP പ്രകാരം ഒരു ഇൻസിഡൻറ്റ് കമാൻഡർ നിശ്ചയിക്കും. ഏറ്റവും പരിചയസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥനാണ് നിശ്ചയിക്കുന്നത്. ഇൻസിഡൻറ്റ് കമാൻഡർ ഈ ഓപ്പറേഷനിൽ IG സേതുരാമനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ എല്ലാം നടക്കുന്നത്. അദ്ദേഹം തത്സമയം 24-നൊപ്പം ചേരുകയാണ്. സാർ വളരെ തിരക്കിലാണെന്ന് അറിയാം, പക്ഷേ അല്പസമയം നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് കാര്യങ്ങൾ. ഇന്നത്തെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇന്ന് നമ്മളൊരു പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ മൃതശരീരങ്ങൾ കിട്ടിയിരിക്കുന്നത് ചാലിയാർപ്പുഴ പരിസരത്താണ്. അപ്പോൾ നമുക്ക് 2 ജില്ലകൾ യോജിച്ചുള്ള ഒരു വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാലിയാർപ്പുഴയിൽ ഉടനീളം പോയി റിവർ കോമ്പിംഗ് എന്ന് പറയും. ആ ഒരു കോമ്പിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഫ്ലോ കൂടുതലായതുകൊണ്ട്, വെള്ളച്ചാട്ടം കൂടുതലായതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. ഇന്ന് നമുക്ക് കോസ്റ്റ് ഗാർഡ്, പിന്നെ നമ്മുടെ സന്നദ്ധ സംഘടന പ്രവർത്തകർ, ലോക്കൽ ജനങ്ങൾ, ഫോറസ്റ്റ് ഗാർഡ് നേതൃത്വത്തിലുണ്ട്, പിന്നെ കേരള പോലീസുണ്ട്, പിന്നെ തമിഴ്നാടിൻ്റെ ഫയർഫോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു വിപുലമായ 150 പേർ അടങ്ങുന്ന വലിയൊരു ടീമായിട്ടാണ് നമ്മൾ. ഈ റിവർ കോമ്പിംഗ് സൂചിപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ നീങ്ങും. അതെ, ഇത് ഈ റൂട്ടിൽ തന്നെ പോവും. അതുകൂടാതെ നമ്മുടെ എല്ലാ മലപ്പുറം ജില്ലകളിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ SHO മാർ അലർട്ട് ചെയ്തിട്ടുണ്ട്. ആ പരിസരത്തുള്ള ലോക്കൽ ജനങ്ങളും പോലീസും ഒന്നിച്ച് കൂടിയിട്ട് ആ പരിസരത്ത് മുഴുവൻ, അവിടെ ചാലിയാർപ്പുഴ തീരത്ത് മുഴുവൻ അവർ സെർച്ച് നടത്തും. പിന്നെ അതുകൂടാതെ നമുക്ക് ഹെലികോപ്റ്റർ സെർച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് ചാലിയാർപ്പുഴ ഉടനീളം നമ്മൾ ബോഡി കിട്ടാനുള്ള സാഹചര്യമുള്ള സ്ഥലത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയൊരു ദൗത്യമാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് പരമാവധി ബാധിക്കപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ NDRFൻ്റെ ഓപ്പറേഷൻ IG ആയി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ടഫസ്റ്റ് ടെറൈനിലാണ് ഈ ടാസ്ക് നടക്കുന്നത്. മാത്രമല്ല ഏറ്റവും റിസ്കി ഓപ്പറേഷനാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങും ഇത്തരത്തിലുള്ള ഓപ്പറേഷനിൽ പങ്കാളിയായാണ്? തീർച്ചയായും ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായത്. ഇപ്പോൾ ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള ലേറ്റാകാൻ കാരണം തന്നെ നല്ല വെള്ളച്ചാട്ടവും ഒഴുക്കുള്ളതുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ വിശ്വാസമുണ്ട് നന്നായിട്ട് പോട്ടെ. ഇന്നലെ മന്ത്രിതല ഉപസമിതിയിൽ 6 സ്ക്വാഡുകളായി 6 ഏരിയയിലെ കോമ്പിംഗ് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതായത് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സെർച്ച് നടത്തി. പുഞ്ചിരിമറ്റത്തൊക്കെ വേണ്ട വിധത്തിൽ എത്തിയില്ല എന്നുള്ളത്. അപ്പോൾ പുഞ്ചിരിമറ്റം ഒരു സോണായിരിക്കുന്നു, അതുപോലെ മുടവൻകൈ ഒരു സോണ്, പിന്നെ ചുരുൾക്കുന്ന ഒരു സോൺ, അങ്ങനെ 6 സോണായിട്ട് തിരിച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും മൃതശരീരങ്ങൾ കണ്ടെത്താനായിട്ടോ അതിനുള്ള ദൗത്യത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പരമാവധി എല്ലാവരും യോജിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആർമിക്കാർ ഒരുപാട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും, ഒരു പ്രത്യേകം നമ്മൾ പറയാൻ പറ്റത്തില്ല. അതുപോലെ ജനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഒരുപാട് ബാധിക്കപ്പെട്ട ആൾക്കാരുണ്ട്, ഇരകളുണ്ട്. അവരുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ നഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞിട്ട്. വ്യക്തിപരമായി അങ്ങ് വളർന്നതൊക്കെ ഒരു ടെറൈനിലാണ്, ഒരു വലിയ മലമുകളിലാണ്. അപ്പോൾ അങ്ങക്ക് ഈ ഒരു ഓപ്പറേഷനെ കുറിച്ച് കുട്ടിക്കാലം മുതൽ അറിയുന്നതാണ്. കാരണം ഈ ഒരു ടാസ്ക്, ഇതിൻ്റെ ഒരു ഭീകരത ഒക്കെ തീർച്ചയായും വളരെ നമുക്ക് നിർഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ അവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും വളരെ ദുഃഖമുള്ള സംഭവമാണ്. താങ്ക് യു സർ. SKN IG-യുടെ വാക്കുകൾ തന്നെ തൊണ്ടയിടറുന്ന രീതിയിലാണ്. കാരണം അദ്ദേഹവും വരുന്നത് ഒരു മലമുകളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു അവിടുത്തെ ടാസ്ക്, അവിടുത്തെ ദുഷ്കരമായ ജീവിതം അറിയുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലെ ഒരു മലമുകളിലെ ദുരന്തത്തിൻ്റെ ഓപ്പറേഷൻ കമാൻഡറായി IG സേതുരാമൻ മാറിയത്. ഏതായാലും ഇന്ന് ഏറെ പ്രതീക്ഷയുണ്ട്. കാരണം റിവർ കോമ്പിംഗ് കേരള പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തുന്നു. മറ്റൊരു കാര്യം,